ചമ്മന്തികൾ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് തന്നെയായിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ മത്തി നല്ല ഫ്രഷോടെ എന്തോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനത് ക്ലീൻ ചെയ്ത് അതിനുശേഷം വരഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വറുക്കുന്ന പോലെ തന്നെ കുറച്ച് പൊടികൾ ഇടണം. അപ്പോൾ അതിൽ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്, പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില ഇട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അത് അപ്പം തന്നെ എടുത്ത് വറുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വറക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ 2 വശവും നല്ലപോലെ നല്ലപോലെ വെച്ചാൽ ഭയങ്കരമായിട്ട് മൊരിക്കണ്ട, എന്നാലും മൊരിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. സാധാ വറുത്ത് വെച്ചേക്കുക. ഇനി അതിൻ്റെ മുള്ള് മാത്രം മാറ്റിയെടുക്കണം കേട്ടോ. അത് മുള്ള് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ മുള്ള് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം മത്തി റെഡിയാക്കി എടുക്കാൻ. ചമ്മന്തിക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതേ പാനിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി, ഇഞ്ചി, അതേപോലെ ഒരു വെളുത്തുള്ളി, അതേപോലെ വറ്റൽമുളക്, വേപ്പിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം ബ്രൗൺ കളർ ആവണ്ട, എങ്കിലും ലൈറ്റായിട്ടൊരു ബ്രൗണിഷ് വന്നോട്ടെ. അതേ ലെവലാക്കിയ ശേഷം നമുക്ക് ജാറിലിട്ടൊന്ന് ചൂടാറിയ ശേഷം ജാറിലിട്ടൊന്ന് ചമ്മന്തിക്ക് വേണ്ടി നമ്മൾ അരയ്ക്കുമല്ലോ, അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിലൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ മുള്ള് കളഞ്ഞിട്ട്, അതും കൂടി ഇതിലിട്ട് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ വേണ്ടത്. അതും കൂടി ഇട്ട് നല്ലപോലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ലെവൽ, വെള്ളം ഒട്ടും ചേർക്കരുത്, ഈ ഒരു ലെവലിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. നമ്മളെ മത്തിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഇത്തിരിയും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അപ്പോൾ അത് ഒഴിച്ചത് കാണിച്ചിട്ടില്ല, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് വയറ് നിറച്ച് കഴിക്കാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ മുള്ള് തടയുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.